പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രശസ്ത നാടകകൃത്ത് CL ജോസിൻ്റെ ആത്മകഥയിൽ ഞാൻ വായിച്ച ഒരു സംഭവമാണ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. KCBC കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലിൻ്റെ 1991 സാഹിത്യ അവാർഡ് സിപ്പി പള്ളിപ്പുറത്തിന് നൽകുന്നതിനോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ ആശംസകൾ നേർന്ന് സംസാരിക്കാൻ ഞാനും ക്ഷണിക്കപ്പെട്ടിരുന്നു. 1990 അതേ അവാർഡ് എനിക്കായിരുന്നു നൽകപ്പെട്ടത്. സമ്മേളനാനന്തരം സദസ്സിലെ പലരുമായി ഞാൻ പരിചയപ്പെട്ടു. POCയിലെ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ദൈവശാസ്ത്ര കോഴ്സിൽ പങ്കെടുത്ത് പഠിക്കുന്ന യുവതിയായ ഒരു സിസ്റ്റർ അല്പം മാറി നിന്ന് എന്നെ കാര്യമായി നോക്കുന്നു. ചില സുഹൃത്തുക്കളുമായി സംസാരിച്ച ശേഷം തിരിഞ്ഞു നോക്കിയപ്പോഴും ആ സിസ്റ്റർ എന്നെ തന്നെ കൗതുകപൂർവ്വം നോക്കുകയാണ്. നിമിഷങ്ങൾക്കകം സിസ്റ്റർ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് സിസ്റ്റർ നീന മേരി. കൊല്ലത്തിനടുത്തുള്ള പട്ടത്താനത്ത് IHM കോൺവെൻറ്റിലാണ് ഞാൻ. ഓ, കണ്ടതിൽ സന്തോഷം. സാറിനെ ഇന്നിവിടെ കാണാനായത് എൻ്റെ ഭാഗ്യം. കണ്ടുമുട്ടിയതിൽ ഒത്തിരി സന്തോഷം. പിന്നെ പറഞ്ഞതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ജോസാറ് കാരണമാണ് ഞാനൊരു കന്യാസ്ത്രീയായത്. ഞാൻ അമ്പരന്നു പോയി. ഞാനങ്ങനെ ആരെയും ഉപദേശിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? വിസ്മയഭാവത്തിൽ ഞാൻ ചോദിച്ചു, ഞാൻ കാരണമോ? അതെ, ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായിരിക്കെ സാറിൻ്റെ കന്യാസ്ത്രീയുടെ മകൻ എന്ന നാടകം വായിച്ചു. സ്കൂൾ യുവജനോത്സവത്തിന് മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു നാടകം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇടവവികാരിയാണ് ഈ നാടകം തന്നത്. അത് ഞങ്ങൾ ഭംഗിയായി അവതരിപ്പിച്ചു. അതിലെ സിസ്റ്റർ സിൽവിയെ എനിക്ക് മറക്കാനാവില്ല. എല്ലാവർക്കും എൻ്റെ അഭിനയം ഇഷ്ടമായി. എന്നെ അഭിനന്ദനങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. അന്നു മുതൽ ആ കന്യാസ്ത്രീയായിരുന്നു എൻ്റെ മനസ്സിൽ. അതുപോലെ ഒരു കന്യാസ്ത്രീയാകണമെന്ന് മനസ്സ് മന്ത്രിച്ചു. അതൊരു തീരുമാനമായി. തുടർന്ന് മഠത്തിൽ ചേർന്നു. സാറിനെ കാണാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. ആ ആഗ്രഹം ഇന്ന് സഫലമായി. കാതുകൾക്ക് ഇമ്പം നൽകുന്ന ആ വാക്കുകൾ കേട്ട് എനിക്ക് അഭിമാനം തോന്നി. എൻ്റെ ആ ലഘുനാടകത്തിലെ കഥാപാത്രം ഒരു വിദ്യാർത്ഥിനിയുടെ മനസ്സിൽ ഇത്രയേറെ സ്വാധീനം ചെലുത്തിയല്ലോ. അത് മഹത്തായ ഒരു തീരുമാനത്തിന് വഴിയൊരുക്കിയല്ലോ. നാടകത്തിൻ്റെ രചയിതാവെന്ന നിലയിൽ സിസ്റ്ററിൻ്റെ വാക്കുകൾ എനിക്ക് നിർവൃതിയുടെ നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. ഒരെഴുത്തുകാരന് ഇതിൽ പരം കൃതാർത്ഥത വേറെ എന്തുണ്ട്? കുബുദ്ധിയും മതവിരോധിയുമായ ഒരു യുവ സാഹിത്യകാരൻ എഴുതുന്ന നോവലിൻ്റെ പേരാണ് കന്യാസ്ത്രീയുടെ മകൻ. കന്യാസ്ത്രീ വർഗത്തോട്, പ്രത്യേകിച്ച് സ്ഥലത്തെ ആശുപത്രിയിൽ സേവനം ചെയ്യുന്ന സിസ്റ്റർ സിൽവിയോടുള്ള വെറുപ്പാണ് അയാൾക്ക്. പരോക്ഷമായി സിസ്റ്ററെ കഥാപാത്രമാക്കിക്കൊണ്ടാണ് രചന നടത്തുന്നത്. അത് സിസ്റ്ററിനെ അറിയുകയും ചെയ്യാം. വിധി വൈപരീത്യം എന്ന് പറയട്ടെ, ഈ യുവാവ് പകർച്ചവ്യാധി പിടിപെട്ട് അവശ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നു. സിസ്റ്റർ സിൽവിയുടെ നിസ്വാർത്ഥവും നിസ്തുലമായ സേവനം വഴി അയാൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപകടനില നീങ്ങുന്നത് വരെ സിസ്റ്റർ അയാളുടെ അടുത്തു നിന്ന് മാറിയില്ല. 2-3 ദിവസമായിട്ട് എന്തുകൊണ്ടോ സിസ്റ്റർ വാർഡിലേക്ക് കടന്നു വരുന്നില്ല. അന്വേഷിച്ചപ്പോൾ തന്നെ നിരന്തരമായി പരിചരിച്ച സിസ്റ്റർ പകർച്ചവ്യാധി പിടിപെട്ട് കിടക്കുകയാണെന്നറിഞ്ഞു. യുവാവിനേറെ ദുഃഖമുണ്ടായി. അല്പം കഴിഞ്ഞ് ഡോക്ടർ കടന്നു വന്നപ്പോൾ ആകാംക്ഷയോടെ യുവാവ് ചോദിച്ചു, യുവാവ്, ഡോക്ടർ, സിസ്റ്റർക്ക് എങ്ങനെയുണ്ട്? ഡോക്ടർ, എല്ലാം മാറി. യുവാവ്, ഓ, സമാധാനമായി. എനിക്ക് ആ സിസ്റ്ററെ ഒന്ന് കാണണം ഡോക്ടർ. ഡോക്ടർ, എന്തിനാ? അവരെക്കുറിച്ച് ഇനിയും കഥ എഴുതാനാണോ? യുവാവ്, അല്ല, ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താൻ, എൻ്റെ തെറ്റുകൾക്ക് മാപ്പിരക്കാൻ. ആ സിസ്റ്ററാണ് എൻ്റെ ജീവൻ വീണ്ടെടുത്തത്. ഡോക്ടർ, ഇനി നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കുകയില്ല. ആ സിസ്റ്റർ അല്പം മുമ്പ് മരിച്ചു. യുവാവ് ഇടിവെട്ടിയാറ്റ പോലെ സ്തംഭിച്ചുപോയി. നിങ്ങളെ നിരന്തരം ശുശ്രൂഷിച്ചതിന് ലഭിച്ച പാരിതോഷികം. അടുത്ത സീനിൽ നാം കാണുന്ന സിസ്റ്ററിൻ്റെ ശവകുടീരത്തിൽ ഒഴുകുന്ന കണ്ണുകളും തപിക്കുന്ന ഹൃദയവുമായി നിൽക്കുന്ന യുവാവിനെയാണ്. സർവ്വ അപരാധങ്ങൾക്ക് മാപ്പിരുന്നുകൊണ്ട് താൻ എഴുതിയ നോവലിൻ്റെ കയ്യെഴുത്ത് പ്രതി അവിടെ വെച്ച് പിച്ചു ചീന്തുന്നു. തുടർന്ന് എരിയുന്ന മെഴുകുതിരിയിൽ കാട്ടി കത്തിച്ചു കളയുന്നു. ഇതാണ് ഇതിവൃത്തം. ഈ നാടകമാണ് നീന മേരിയെ സിസ്റ്ററാക്കിയത്. അന്ന് എന്നോട് ഈ സത്യം വെളിപ്പെടുത്തുമ്പോൾ ഈ സിസ്റ്റർ ഹൈസ്കൂൾ അധ്യാപികയാണ്. ഈ ലഘുനാടകം 100 കണക്കിന് വേദികളിൽ അഭിനയിക്കുകയും ഒട്ടനവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനം നേടുകയും ചെയ്തിട്ടുണ്ട്. 1964 ഒരു ഏകാംഗ നാടക മത്സരത്തിന് വേണ്ടിയാണ് ഞാനിത് എഴുതിയത്. ഇത് സംവിധാനം ചെയ്തതും സാഹിത്യകാരനായി അഭിനയിച്ചതും ഞാൻ തന്നെ. മത്സരഫലം പുറത്തു വന്നപ്പോൾ 1ാം സമ്മാനം ഈ നാടകത്തിനായിരുന്നു. ഈ നാടകം എഴുതാൻ എനിക്ക് പ്രചോദനം തന്നത് പ്രസിദ്ധ ഗാനരചയിതാവും കവിയുമായ വയലാർ രാമവർമ്മയാണ്. അദ്ദേഹം ഇതറിഞ്ഞിട്ടുമില്ല. അദ്ദേഹം ഒരു കന്യാസ്ത്രീയെ കേന്ദ്രീകരിച്ച് അതിശയോക്തിപരവും അസഭ്യവുമായ രീതിയിൽ ആക്ഷേപകരമായി എഴുതിയ ഒരു നീണ്ട കവിത വായിച്ചപ്പോൾ എൻ്റെ യുവ മനസ്സിൽ പ്രതിഷേധമുയർന്നു. ഒരു ലേഖനം എഴുതിക്കൊണ്ട് ശക്തമായി പ്രതികരിക്കണമെന്ന് ആദ്യം തോന്നി. പിന്നെ തോന്നി മറുപടി മറ്റൊരു രീതിയിലാവാമെന്ന്. സാഹിത്യകൃതിയിലൂടെ വരുന്ന ആക്രമണങ്ങളെ സാഹിത്യകൃതി കൊണ്ട് തന്നെ നേരിടുക. അങ്ങനെയാണ് ഈ നാടകത്തിന് രൂപം കൊണ്ടത്. വയലാറിൻ്റെ കവിത വായിച്ച് ആളുകളെക്കാൾ എത്രയോ മടങ്ങ് ജനങ്ങളാണ് ഈ നാടകം കാണുകയും വായിക്കുകയും ചെയ്തത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.